ഓക്കെ, അപ്പോൾ അവസാനത്തെ റീഡും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് മൊത്തം കംപ്ലീറ്റ് ആയി. ഇപ്പോൾ റീഡ് ചെയ്യാനായിട്ട് റീഡ് ആക്ടിവിറ്റി വേണം, ജാവ, പിന്നെ അതിൻ്റെ DB ഹെൽപ്പർ ജസ്റ്റ് റെഫറൻസിന് വേണ്ടി. റീഡ് ആക്ടിവിറ്റിയിൽ ആദ്യം നേരത്തെ പോലെ തന്നെ ഒരു ടെക്സ്റ്റ് വ്യൂ വരും റീഡ് എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി. അത് വേണമെങ്കിൽ അവിടെ നിന്ന് തന്നെ കോപ്പി ചെയ്തെടുക്കാം, ഡിസൈനിൽ അധികം ടൈം കളയണ്ടല്ലോ. ക്രിയേറ്റ് ഏതെങ്കിലും ഒരു ഇത് തന്നെ അങ്ങോട്ട് കോപ്പി ചെയ്ത് വെക്കാം. ID മാറിയാലും സെയിം വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിൽ എഡിറ്റ് ഒന്നും ചെയ്യണ്ടല്ലോ, അതുകൊണ്ട് എന്നാലും മാറ്റിയേക്കാം. അകത്തുള്ളത് സ്ട്രിങ് റീഡ്. ശരി, റീഡ്. ഇനി എന്താ ചെയ്യണ്ടത്? ഇനി ഇവിടെ ഒരു ലിസ്റ്റ് വ്യൂ ഞങ്ങൾക്ക് വേണം. ലിസ്റ്റ് വ്യൂവിന് വേണ്ടി ലിസ്റ്റ് വ്യൂ ഫുള്ള് സൈസ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ജസ്റ്റ് റാപ്പ് കണ്ടന്റ് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് സൈസ് കുറച്ചിട്ട് അതിൻ്റെ ആ മാർജിൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ കൊടുത്തിട്ട് ഒരു റീഡ് എന്ന് പറഞ്ഞ ഹെഡിങ്ങിൻ്റെ ഒരു 32 മാർജിൻ താഴെയും അത് ഹൊറിസോണ്ടൽ ടു പാരന്റും ആക്കി കഴിഞ്ഞാൽ അത് സെൻറ്ററിൽ ഇങ്ങനെ നിൽക്കും. വേണമെങ്കിൽ ഇവിടെ മാർജിനും കൊടുക്കാം 8. ഡിഫോൾട്ട് കുറച്ച് മാർജിൻ ഉണ്ട് അതിന്, അപ്പോൾ 0 തന്നെ വെച്ചാൽ മതി. ഇവിടെ റാപ്പ് കണ്ടന്റ് ഇല്ലെങ്കിൽ ഹൈറ്റ് ഇവിടെ നിന്നൊരു 32 പൊക്കത്തും ലേഔട്ട് ഹൈറ്റ് മാച്ച് പാരന്റ് കൊടുക്കാം. എന്നിട്ട് ഇതും മാച്ച് പാരന്റ് കൊടുക്കാം. എന്നിട്ട് അതിന് മാർജിൻ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആവും. എല്ലാ സൈഡിൽ നിന്നും 32 മാർജിൻ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആവും. ഓക്കെ, ഇങ്ങനെ റീഡിൽ ഇങ്ങനെ ഐറ്റം 1, ഐറ്റം 2. അപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് ഞാൻ ആ ലിസ്റ്റ് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഈ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ റീഡിൻ്റെ ഇത്രയേ ഉള്ളൂ. XML-ന്റെ ഇതിന് ഒരു ID കൊടുക്കാൻ വേണമെങ്കിൽ ലിസ്റ്റ് ലിസ്റ്റ് വ്യൂ റീഡ് ഐറ്റംസ് പറഞ്ഞു കൊടുക്കാം. റീഡ് ഐറ്റംസ് ID കൊടുത്ത് പിന്നെ ഇവിടെ ഒരു XML ഫയൽ ഉണ്ടാക്കുക. ഏതാണ് ആക്ടിവിറ്റി ന്യൂ ആക്ടിവിറ്റി അല്ലെങ്കിൽ ലേഔട്ട് റിസോഴ്സ് ഫയലായിട്ട് വെച്ചാലും മതി. ജസ്റ്റ് ഞങ്ങൾക്ക് XML ഫയലാണല്ലോ വേണ്ടത്. അപ്പോൾ ആക്ടിവിറ്റി അല്ലത് XML റിസോഴ്സ് ഫയൽ. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ലിസ്റ്റ് ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ലിസ്റ്റ് ഈ ഒരു രീതിയിൽ പേര് കൊടുക്കാം, അണ്ടർസ്കോർ വെച്ചിട്ട്. ലിസ്റ്റ് ഐറ്റംസ് XML വന്നു. അതിന് കൺസ്ട്രെയിന്റ് ലേഔട്ട് ഡിഫോൾട്ട് ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ ഇത് മാറ്റിയിട്ടൊരു ലീനിയർ ലേഔട്ട് ആക്കാം, ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി. എവിടെ കൺവേർട്ട് വ്യൂ ലീനിയർ ലേഔട്ട് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ലീനിയർ ലേഔട്ട് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ റൈറ്റ് ലെഫ്റ്റ് ആണല്ലേ. അത് കോഡിൽ നിന്ന് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നു. ഈ ആക്ടിവിറ്റി ഒരു ഫീച്ചർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓറിയന്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഓറിയന്റേഷൻ വെർട്ടിക്കൽ ആക്കി കഴിഞ്ഞാൽ അത് വെർട്ടിക്കൽ ലേഔട്ട് ആവും. അപ്പോൾ ഓക്കെ, അത് വെർട്ടിക്കൽ ലേഔട്ടായി. മാച്ച് പാരന്റ് തന്നെ കൊടുത്താലും, അല്ലെങ്കിൽ വിഡ്ത്ത് മാച്ച് പാരന്റ്, ഹൈറ്റ് റാപ്പ് കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല 2 ടെക്സ്റ്റ് വ്യൂ വരും. ആ ടെക്സ്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഞങ്ങൾക്ക് ഒരെണ്ണം ഐറ്റം നെയിം ഡിസ്പ്ലേ ചെയ്യാനും ഒരെണ്ണം ക്വാണ്ടിറ്റി ഡിസ്പ്ലേ ചെയ്യാനും. അപ്പം അതിൻ്റെ ID മാറ്റാം. ഇതിൻ്റെ ID എന്ന് പറഞ്ഞാൽ ഐറ്റം റീഡ് ഐറ്റം നെയിം വിളിക്കാം. റീഡ് ഐറ്റം നെയിം
ഇതിന്റെ പേര് റീഡ് ഐറ്റം QNTY, റീഡ് ഐറ്റം ക്വാണ്ടിറ്റി. എന്നിട്ട് വേറെന്താ ചെയ്യാനുള്ള? ഫോൺ സൈസ് കൂട്ടാനുള്ള ടെക്സ്റ്റ്. അകത്തുള്ള ടെക്സ്റ്റ് എന്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് എന്നാലും ഐറ്റം നെയിം എന്ന് പറഞ്ഞു വെക്കാം. ഐറ്റം നെയിം, ഇവിടെ ക്വാണ്ടിറ്റി. ഈ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഇപ്പൊ പോണ കണ്ട മറ്റേ ഹാർഡ് കോഡ് ടെക്സ്റ്റിന്റെ, കാരണം ഓൾറെഡി ഞാൻ ചെയ്തപ്പോ സ്ട്രിങ്ങിലോട്ട് അത് ഹാർഡ് കോഡ് ടെക്സ്റ്റ് ഫിക്സ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നോണ്ടാണ്. ഇവിടെ 34 ഓൾ ക്യാപ്സ് കൊടുക്കുകയാണെങ്കിൽ ഓൾ ക്യാപ്സ്, കളറ് ബ്ലാക്ക്. 34 വേണ്ടെന്ന് തോന്നുന്നു. 24 ഓക്കെ, 24 ഓക്കെ. പിന്നെ ഫോണ്ട് പോപ്പിൻസ് തന്നെ. ആൻഡ് ബോൾഡ് ഓൾറെഡി ആയിരിക്കും, എന്നാലും ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്യാം. ക്വാണ്ടിറ്റി ഡിസ്പ്ലേ ചെയ്യാനും ടെക്സ്റ്റിന് കുറച്ച് സൈസ് കൂട്ടാം. 16 അല്ലെങ്കിൽ 20. ഓക്കെ, 20 കറക്റ്റാണ്. അതിൻ്റെ കളറ് ബ്ലാക്ക് തന്നെ. അതിൻ്റെ ബോൾഡ് കൊടുക്കാം. ഫോണ്ട് അതിന് മറ്റേത് കൊടുക്കണ്ട, പോപ്പിൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പോലെ ഇരിക്കില്ലേ. ഇത് മതി. പിന്നെ ഈ ലേഔട്ടിന് ജസ്റ്റ് ഒന്ന് ടോപ്പിലും ബോട്ടത്തിലും മാർജിൻ കൊടുക്കാം. കാരണം ഓരോ ലിസ്റ്റ് ഐറ്റവും ഞങ്ങളിങ്ങനെ കാണൂലേ, ഇപ്പൊ ഇത് കണ്ട, അതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് വരുത്താൻ വേണ്ടി ലിസ്റ്റ് ഐറ്റത്തിന് മാർജിൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ടല്ലോ, മാർജിൻ ടോപ്പ്, മാർജിൻ 5dp 5dp. അപ്പൊ എല്ലാ ഇതുമായിട്ട് ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരും, ചെറിയൊരു ഗ്യാപ്പ് കാണുമ്പോ ഒരു മെനക്ക്. റീഡിന്റെ ഫ്രണ്ട് എൻഡ് അപ്പൊ കഴിഞ്ഞ്, റീഡിന്റെ ഡിസൈനിങ് പാർട്ട് കഴിഞ്ഞ്, ജസ്റ്റ് ഒരു ഹെഡിങ്ങും ലിസ്റ്റ് വ്യൂവും, എന്നിട്ട് അതിൽ നമുക്ക് വേണ്ട ലിസ്റ്റിന്റെ ഡിസ്പ്ലേ എങ്ങനെ വരുത്തുക ഒരു വ്യൂ. ഇനി അതിന്റെ കോഡിലോട്ട് പോവാം. ഞാൻ ID കൊടുത്തില്ലല്ലേ. ID കൊടുക്കുമ്പോ ID ഓൾറെഡി കൊടുത്തായിരുന്നു. അല്ല, റീഡ് ഐറ്റം നെയിം, റീഡ് ഐറ്റം ക്വാണ്ടിറ്റി, അത് ഞാൻ ഇവിടെ അല്ലേ കൊടുത്തത്? അല്ലല്ലേ, ഓക്കെ. ID ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അതിലിനി വേറെ വേണമെങ്കിൽ ബാക്ക് ബട്ടൺ വെക്കാം. പക്ഷെ ബാക്ക് ബട്ടൺ വെച്ചാലും ജസ്റ്റ് ഒരു ബട്ടൺ വെച്ചിട്ട് എന്താ പറയണ, ആക്ടിവിറ്റി ഇൻഡന്റ് കൊടുത്തിട്ട് ഫിനിഷ് കൊടുക്കണ ആ ഒരു രീതിയിലായിരിക്കും. ജസ്റ്റ് ഫോണിന്റെ ബാക്ക് ബട്ടൺ തന്നെ വെച്ച് ആക്ഷൻ ചെയ്യാം. എന്നിട്ട് റീഡ് ആക്ടിവിറ്റി, ഇതില് എല്ലാത്തിലും ചെയ്യണ തന്നെ db helper ഈക്വൽ ടു ന്യൂ ഇനീഷ്യലൈസേഷൻ അല്ല, ഈ ഒരു ബ്ലോക്ക് കഴിയുമ്പോൾ അതിന് അസൈൻ ചെയ്യാം. കോണ്ടെക്സ്റ്റ്. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയായിരുന്നു, ഞങ്ങൾക്ക് അതിലുള്ള ലിസ്റ്റ് വ്യൂവും വേണം. പിന്നെ അതിലെന്തൊക്കെയായിരുന്നു, ലിസ്റ്റ് വ്യൂ മാത്രമല്ലേ ഉള്ളൂ, ബട്ടൺ വെച്ചില്ലല്ലോ. ലിസ്റ്റ് വ്യൂ മാത്രം. അപ്പൊ ഇവിടെ ലിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞൊരു ക്ലാസിന്റെ ഒബ്ജക്റ്റ്, ലിസ്റ്റ് വ്യൂ ലിസ്റ്റ് ഐറ്റം ലിസ്റ്റ് വ്യൂ. ഞങ്ങൾക്ക് വേണമെങ്കിൽ ലിസ്റ്റ് വ്യൂ ഐറ്റംസ് അങ്ങനെ ഏതെങ്കിലും ഉപയോഗിക്കാം. ലിസ്റ്റ് വ്യൂ ഐറ്റംസ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ ഓരോ ലിസ്റ്റും പോപ്പുലേറ്റ് ചെയ്യണമല്ലോ, ഓരോ ലിസ്റ്റും കാണിക്കണമല്ലോ എങ്ങനെ വന്നേന്നുള്ളത്. അതിനു വേണ്ടി ഒരു സിമ്പിൾ അഡാപ്റ്റർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതും കൂടി ഇമ്പോർട്ട് അല്ല, ഡിക്ലറേഷൻ. സിമ്പിൾ അഡാപ്റ്റർ തന്നെ വെക്കാം. അഡാപ്റ്റർ
പിന്നെ ഞങ്ങൾക്ക് നെക്സ്റ്റ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു അറേ ലിസ്റ്റ് ആണ്. അത് ഞാൻ താഴെ ആ കോഡ് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യാം ഇവിടെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലിസ്റ്റ് വ്യൂ ഐറ്റംസ് ഇസ് ഈക്വൽ ടു ഫൈൻഡ് വ്യൂ ബൈ ഐ ഡി r.id ഡോട്ട് ഏതായിരുന്നു ലിസ്റ്റ് വ്യൂയുടെ റീഡ് ഐറ്റംസ് എന്ന് പറഞ്ഞില്ലേ, r.id ഡോട്ട് റീഡ് ഐറ്റംസ് സെമിക്കോൺ. റീഡ് ഐറ്റംസ് ഇല്ലെന്നാണ്, റീഡ് ഐറ്റം തന്നെയാണല്ലോ. എന്താ ഇഷ്യൂ കാണിക്കണേ? ഡസ് നോട്ട് ഡിക്ലെയർ ഐ ഡി വിത്ത് റീഡ്. അത് റൺ ചെയ്യുമ്പോൾ ശരിയാക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു അറേ ലിസ്റ്റ് വേണം. ആ അറേ ലിസ്റ്റിന്റെ സിൻടാക്സ് എന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചുതരാം. ഒരു അറേ ലിസ്റ്റിന്റെ അകത്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വാല്യൂണ് സ്റ്റോർ ചെയ്യാൻ പറ്റണത്. അപ്പൊ അതിന്റെ അകത്ത് ഞങ്ങൾക്കൊരു അതിനു മുമ്പ് ഞാൻ ഹാഷ് മാപ്പ് പറഞ്ഞുതരാം. ഹാഷ് മാപ്പ് എന്ന് പറഞ്ഞാല് നിങ്ങൾക്കറിയായിരിക്കും, കീ വാല്യൂ പെയർ ആയിട്ട് കീ വാല്യൂ പെയർ ആയിട്ട് സ്റ്റോർ ചെയ്യും ഡാറ്റാസ്. അപ്പൊ ഇവിടെ ഞങ്ങൾക്ക് ഹാഷ് മാപ്പിലത്തെ ഫസ്റ്റ് ഡാറ്റ ടൈപ്പ് സ്ട്രിങ് ആയിരിക്കും. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സെക്കൻഡ് ഇതും സ്ട്രിങ് ആയിരിക്കും. അപ്പൊ കീ എന്ന് പറയുന്നത് ഐറ്റം നെയിം ആയിരിക്കും, വാല്യൂ എന്ന് പറയുന്നത് ഐറ്റം ക്വാണ്ടിറ്റി. അങ്ങനെ ഞങ്ങൾക്ക് സ്ട്രിങ് വെച്ചാൽ കാരണം സെറ്റ് ടെക്സ്റ്റ് ചെയ്യാൻ എളുപ്പത്തിനാണ്. അപ്പൊ ഒരു ഹാഷ് മാപ്പ് കഴിഞ്ഞില്ലേ, എന്നിട്ട് അത് ഞങ്ങൾക്ക് ഈ ഹാഷ് മാപ്പിന്റെ ഈ ഒരു പെയറിന്റെ അറേ ലിസ്റ്റ് വേണമല്ലോ. അപ്പൊ എങ്ങനെ ചെയ്യും? ഒരു അറേ ലിസ്റ്റ്, അതിന്റെ അകത്ത് ഈ ഹാഷ് മാപ്പ് എന്താണ്? 2 സ്ട്രിങ്. ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇങ്ങനെയാണ് ഈ അറേ ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പൊ എന്നിട്ട് ഈ അറേ ലിസ്റ്റിലായിരിക്കും നമ്മൾ ഡാറ്റാബേസിൽ നിന്ന് ഓരോ റോസും ഫെച്ച് ചെയ്തിട്ട് അതിന്റെ ഐറ്റം കീ ആയിട്ടും മറ്റേത് ക്വാണ്ടിറ്റി അടുത്ത സ്ട്രിങ് ആയിട്ട് ഇങ്ങനെ ഹാഷ് മാപ്പിലോട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ഓരോ ഹാഷ് മാപ്പും അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്താണ് അറേ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കും ഞങ്ങൾ. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ചെയ്യാം. അറേ ലിസ്റ്റ് അകത്ത് വരുന്നത് എന്താണ്? ഹാഷ് മാപ്പ് എടുക്കാം. ഇപ്പൊ ഹാഷ് മാപ്പിന്റെ അകത്ത് എന്താണ്? സ്ട്രിങ്. ഹാഷ് മാപ്പിന്റെ അകത്ത് 2 സ്ട്രിങ്, എന്നിട്ട് അതിന്റെ വേരിയബിൾ നെയിം ഞങ്ങളുടെ എന്താണ്? ഐറ്റം ലിസ്റ്റ്. ഓക്കെ. ഇനി അത് ഞങ്ങൾക്കൊരു ന്യൂ അറേ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കത് എന്താ പറയണ മെമ്മറി അലോക്കേഷൻ കൊടുക്കാം അതിന്. അപ്പൊ ഐറ്റം ലിസ്റ്റ് ഈക്വൽ ടു ന്യൂ അറേ ലിസ്റ്റ്. ഓക്കെ. എന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ? ഞാൻ ബേസിക് ലോജിക്ക് പറഞ്ഞു തന്നാൽ, ഈ DB ഹെൽപ്പറിൽ നിന്ന് ഞങ്ങൾക്കൊരു കേഴ്സർ റിട്ടേൺ ചെയ്യൂലേ, ക്വറി എക്സിക്യൂട്ട് ചെയ്തിട്ട് നമ്മള് എന്താണ് റീഡ് ഓൾ ഐറ്റം എന്ന് പറഞ്ഞിട്ട് ഈ ക്വറി വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ കേഴ്സർ റിട്ടേൺ ചെയ്യും. കേഴ്സറിന്റെ അകത്ത് എന്താ മറ്റേ ഒരു സെറ്റ് ഓഫ് റോസ് ആണല്ലോ ഉള്ളത്. അപ്പൊ ആ ഒരു റോസ് ഓരോ ഐട്രേഷനിലും നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് ഫസ്റ്റ് ഐട്രേഷൻ വരുമ്പോൾ ഒരു ഫോർ ലൂപ്പ് പോലെ ഇട്ടിട്ട് അതിന്റെ അകത്ത് ഫസ്റ്റ് ഐട്രേഷൻ വരുമ്പോ എന്താ ഇപ്പൊ കേഴ്സർ ഡോട്ട് മൂവ് നെക്സ്റ്റ് അടിക്കുമ്പോൾ ഫസ്റ്റ് ഐട്രേഷൻ വരില്ല, ഫസ്റ്റ് റോയിൽ നിൽക്കുമ്പോൾ അതിന്റെ റോയിലത്തെ ഐറ്റം നെയിം എടുത്തിട്ട് ഹാഷ് മാപ്പിൽ കീ ആയിട്ട് വെക്കും. ഐറ്റം ക്വാണ്ടിറ്റി എടുത്തിട്ട് ഇതായിട്ട് വെക്കും, എന്താ പറയണേ വാല്യൂ ആയിട്ട് വെക്കും. അങ്ങനെ എന്നിട്ട് ആ ഒരു ഹാഷ് മാപ്പ് എടുത്തിട്ട് ഞങ്ങൾ അറേ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യും. അപ്പൊ അതിന്റെ ലോജിക്ക് ഞാൻ ഇവിടെ എഴുതി കാണിച്ചു. ഇവിടെ അറേ ലിസ്റ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പുതിയ ഫംഗ്ഷൻ ആയിട്ട് തന്നെ വിളിക്കാം. അത് ലോഡ്
ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ. ഇല്ലെങ്കിൽ ഇവിടെ തന്നെ കോഡ് എഴുതാം, അത് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി പബ്ലിക് വോയിഡ് അല്ലേ, ലോഡ് ഐറ്റംസ് ഒരു ഫംഗ്ഷൻ. ഇതിൻ്റെ അകത്ത് ചെയ്യണം എന്താണെന്ന് പറഞ്ഞാൽ ഗെറ്റ് ദ കഴ്സർ എടുത്ത് iterate ത്രൂ ഓൾ റോസ്, എല്ലാ റോയിൽ നിന്ന് iterate ചെയ്തിട്ട് ഈച്ച് റോ ആസ് ഹാഷ് മാപ്പ്, അല്ല ഈച്ച് റോ ആസ് data to insert to array list. ഇപ്പോൾ ഡാറ്റ എന്ന് പറയുന്ന സംഭവം ഒരു ഹാഷ് മാപ്പാണ്. അതിൽ കീ വാല്യൂ ആയിട്ട് ഇങ്ങനെ ആയിരിക്കും സ്റ്റോർ ആണ്, ഐറ്റം നെയിം ഈക്വൽ ടു റോ ഡോട്ട് ഐറ്റം നെയിം. ഇത് ഇങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് ലോജിക് പറയണുള്ളൂ, സിൻടാക്സ് ഇങ്ങനെയല്ല. ഐറ്റം നെയിം ക്വാണ്ടിറ്റി ഈക്വൽ ടു റോ ഡോട്ട് ഐറ്റം ക്വാണ്ടിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞത് മാറിപ്പോട്ടെ, ഇവിടെ ഹാഷ് മാപ്പിൽ ഞാൻ പറഞ്ഞത് ഐറ്റം നെയിം കീയും മറ്റേത് വാല്യൂ എന്നാണ്. അങ്ങനെയല്ല ശരിക്കും. ഈ ഐറ്റം നെയിമും കീയും രണ്ടും എന്താ പറയണ ഹാഷ് മാപ്പ്, ഒറ്റൊരു ഹാഷ് മാപ്പിന്റെ പാർട്ടാണത്. ഫസ്റ്റ് ഹാഷ് മാപ്പിന്റെ എലമെന്റ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും ഐറ്റം നെയിം, അതിന്റെ വാല്യൂ, ഇത് ക്വാണ്ടിറ്റി, പിന്നെ റോയിലുള്ള വാല്യൂ. അങ്ങനെ ഇതൊരു സ്ട്രിങ് ആയിട്ട് ഇങ്ങനെ അത് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല കറക്റ്റായിട്ട്. ഇങ്ങനെ ഈ ഒരു കീ വാല്യൂ പേരായിട്ട് ഒരു ഹാഷ് മാപ്പ് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ ഹാഷ് മാപ്പ് ഞങ്ങൾ ടു പുട്ട് ടു അറേ ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യും. എന്നിട്ട് സിമ്പിൾ അഡാപ്റ്റർ വെച്ചിട്ട് ഞങ്ങൾ ആ ലിസ്റ്റ് കൊടുക്കും. ലിസ്റ്റ് കൊടുക്കും. എന്നിട്ട് ഞങ്ങൾക്ക് വേണ്ട ടൈറ്റിൽസും കൊടുക്കും. ആ ലിസ്റ്റ് മാത്രം കൊടുക്കും. ആ ലിസ്റ്റ് കൊടുക്കും, അത് പ്ലേസ് ചെയ്യും, എല്ലാ ഐറ്റംസും അവിടെ കൊണ്ട് പ്ലേസ് ചെയ്യും. അപ്പോൾ ഇനി അതിന്റെ കോഡ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾക്ക് ഈ ഒരു ഇത് വിളിക്കണമല്ലോ, റീഡ് ഐറ്റംസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിക്കണം. അപ്പോൾ അത് കോൾ ചെയ്യാൻ വേണ്ടി ഡി ബി ഹെൽപ്പർ ഡോട്ട് റീഡ് ഐറ്റംസ്, പാരാമീറ്റേഴ്സ് ഒന്നുമില്ല. അപ്പൊ ഇതില് റിട്ടേൺ ചെയ്യണ്ടല്ലേ, എന്താ റിട്ടേൺ ചെയ്യണം, കഴ്സർ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അത് കഴ്സർ എന്ന് പറഞ്ഞ ഒബ്ജക്ട്, അയ്യോ എന്ത് സ്പ്ലിറ്റ് ആയോ, ഇതെന്ത് പറ്റിയത്? എന്തിനാവട്ടെ, കഴ്സർ ഈക്വൽ ടു കഴ്സർ ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ കഴ്സറിൽ നമുക്ക് ആ ഡാറ്റ മൊത്തം കിട്ടി. ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്ത് ആ ക്വറി എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ള ഡാറ്റ മൊത്തം ആ ഒരു കഴ്സറിൽ കിട്ടിക്കഴിഞ്ഞിട്ട് ഇഫ് അതിൽ എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ എന്താ ചെയ്യണ്ട, കഴ്സർ ഡോട്ട് മൂവ് ടു ഫസ്റ്റ് ആണ്, മൂവ് ടു നെക്സ്റ്റ്, മൂവ് ടു ഫസ്റ്റ് ആയിരിക്കും. മൂവ് ടു ഫസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് എന്താ പറയണ, റോ ഉണ്ടായില്ല എന്ന് പറഞ്ഞ് കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു റോ എങ്കിലും ഉണ്ടാവുന്നുള്ളത്. അത് റോ ഉണ്ടെങ്കിൽ ഡു വൈൽ ലൂപ്പ് വെച്ചിട്ട് ഒരു റോ ഉണ്ടാവില്ല എന്തായാലും. അപ്പൊ ആ ഒരു റോ ഞങ്ങൾക്ക് ആദ്യം എക്സിക്യൂട്ട് ചെയ്യണം. എന്നിട്ട് നെക്സ്റ്റ് റോ മുതൽ ഞങ്ങൾ ചെക്ക് ചെയ്താൽ മതി. വൈല് കണ്ടീഷൻ എന്ന് പറയണത് കഴ്സർ ഡോട്ട് മൂവ് ടു നെക്സ്റ്റ് ആണ് ഇവിടെ കൊടുക്കുന്നത്. മൂവ് ടു നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ലേ, മൂവ് ടു നെക്സ്റ്റ് സെമിക്കോൺ. അപ്പൊ ആദ്യം ഒരു റോ നമ്മൾ ഓപ്പറേഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് മുതൽ ഞങ്ങൾക്ക് കഴ്സർ ഹാസ് നെക്സ്റ്റ് ഞങ്ങൾ ഇതിൽ പഠിച്ചില്ലേ, മറ്റേ ജാവയില്
സ്കാനർ യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നെക്സ്റ്റ് ഉണ്ടെങ്കിൽ അത് ഡു വൈൽ ലൂപ്പ് വീണ്ടും ഇറ്ററേറ്റ് ചെയ്യും. അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾക്ക് സ്ട്രിങ് ഐറ്റം നെയിം equal to cursor dot get string 0. ഇത് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. കാരണം ഇതിൽ പറഞ്ഞ ലോജിക്ക് തന്നെ ഐട്രേറ്റ് ത്രൂ ഓൾ റോസും ഈച്ച് റോ ആസ് ഡാറ്റ. അപ്പൊ ഈച്ച് റോയിലത്തെ ഇപ്പൊ റോ ഡോട്ട് ഐറ്റം എന്നൊക്കെ പറഞ്ഞില്ല, അത് സ്ട്രിങ്ങിലോട്ട് അസൈൻ ചെയ്യണം. 0 എന്ന് പറയുന്നത് 0th ഇൻഡെക്സിലുള്ള കോളം. പിന്നെ സ്ട്രിങ് ആണോ നെക്സ്റ്റ് വരുന്നത്? int quantity is equal to cursor dot get int 1. ഫസ്റ്റ് കോളത്തിലുള്ള ആ ഇൻറ്റിജറും ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് 1ലുള്ള ആ ഇൻറ്റിജർ വാല്യൂ ഞങ്ങൾക്ക് കിട്ടി. എന്നിട്ട് ഇവിടെ ഹാഷ് മാപ്പ് ഫോർ ഈച്ച് ഡാറ്റ ആസ് കീ വാല്യൂ ഹാഷ് മാപ്പ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഹാഷ് മാപ്പ് അതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി പൊക്കത്ത് കാണിച്ച പോലെ തന്നെ സ്ട്രിങ് സ്ട്രിങ് പിന്നെ ഹാഷ് മാപ്പിന്റെ ഒരു പേര് ഐറ്റം എന്ന് പറഞ്ഞു കൊടുക്കാം. ന്യൂ ഹാഷ് മാപ്പ്. ഇനി അതിലെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഐറ്റം, അതായത് ആ ഹാഷ് മാപ്പിന്റെ ഒബ്ജക്റ്റ്, ഇത് വേണമെങ്കിൽ മാപ്പ് എന്ന് വേണമെങ്കിൽ ആക്കാം. ഐറ്റം കുറച്ചും കൂടെ നല്ലതായിരിക്കും. മാപ്പ് ഡോട്ട് പുട്ട് കീ വാല്യൂ ഞങ്ങൾ പുട്ട് ചെയ്യണം. കോമയായിട്ട് കീ വാല്യൂ പുട്ട് ചെയ്യണം. അപ്പൊ കീ എന്ന് പറയുന്നത് എന്താണ്, നെയിം എന്ന് പറഞ്ഞ സംഭവമാണല്ലോ. ഇത് ഞങ്ങൾക്ക് മറ്റേ അറേ ലിസ്റ്റ് അഡാപ്റ്റർ ചെയ്യാം, മറ്റേ സിമ്പിൾ അഡാപ്റ്റർ ഉപയോഗിക്കാൻ വേണ്ടിയാണിത്. നെയിം വാല്യൂ എന്ന് പറയുന്നത് ഐറ്റം നെയിം, ആ സ്ട്രിങ് ഞങ്ങളിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത സ്ട്രിങ്. ഐറ്റം ഡോട്ട് പുട്ട് നെക്സ്റ്റ് എന്തായിരിക്കും? ക്വാണ്ടിറ്റി. നെക്സ്റ്റ് ക്വാണ്ടിറ്റി അതിൻ്റെ എന്താ കീ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ ഇൻറ്റീജർ ആയിട്ടാണല്ലോ റിട്ടേൺ ചെയ്യണം. കാരണം അവിടെ ഇൻറ്റീജർ ആയിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്തേക്കണം. അപ്പൊ തിരിച്ചെടുക്കുമ്പോൾ ഇൻറ്റീജറിൽ തന്നെ വെക്കണം. എന്നിട്ട് അത് ഇവിടെ പ്ലേസ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ഞാൻ യൂഷ്വലി ചെയ്യാറ് ഇങ്ങനെയാണ്, ക്വാണ്ടിറ്റി ഇല്ലെങ്കിൽ ജസ്റ്റ് ക്വാണ്ടിറ്റി ഡോട്ട് എന്താ ടു സ്ട്രിങ് എന്നാക്കി കഴിഞ്ഞാൽ, ടു സ്ട്രിങ് ഇല്ലേ? ഇല്ലല്ലേ, സ്ട്രിങ് വാല്യൂ ഓഫ് എന്ന് പറഞ്ഞിട്ട് സ്ട്രിങ് ക്ലാസിന്റെ വാല്യൂ ഓഫ് എന്ന് പറഞ്ഞ മെത്തേഡ് ക്വാണ്ടിറ്റി. അപ്പൊ അതിന്റെ ആ ഇൻറ്റീജർ വാല്യൂ ഞങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ഈ ഹാഷ് മാപ്പ് എന്ത് ചെയ്യണം? ഈ ഹാഷ് മാപ്പ് ഐറ്റം എന്താ, ഈ ഹാഷ് മാപ്പ് ഞങ്ങൾ അറേ ലിസ്റ്റിലോട്ട്, ഏതാ ഞങ്ങൾ ഇവിടെ ഡിക്ലെയർ ചെയ്തേക്കണ അറേ ലിസ്റ്റ്, അതിലോട്ട് ഓരോ റോ പോലെ ആയിട്ട് അത് ആഡ് ചെയ്യണമല്ലോ. അപ്പൊ അതിന്റെ പേരെന്തായിരുന്നു? ലിസ്റ്റ് ഐറ്റംസ്, ഐറ്റം ലിസ്റ്റ് ഡോട്ട് ആഡ് ഞങ്ങളുടെ ഐറ്റം. മനസ്സിലായില്ലേ? ആഡ് ടു അറേ ലിസ്റ്റ്, ആഡ് ടു അറേ. അപ്പൊ ഇതാണ് അതിന്റെ ഓപ്പറേഷൻ ബേസിക് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഫംഗ്ഷനിൽ തന്നെ ഈ വൈൽ ലൂപ്പ് ഇഫ് കണ്ടീഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അഡാപ്റ്റർ സെറ്റ് ചെയ്യണല്ലോ. അഡാപ്റ്റർ ഇസ് ഈക്വൽ ടു ന്യൂ സിമ്പിൾ അഡാപ്റ്റർ ആണ് നിങ്ങൾ യൂസ് ചെയ്യണം. അപ്പൊ സിമ്പിൾ അഡാപ്റ്ററിന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാല്, സിമ്പിൾ അഡാപ്റ്ററിന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം കോണ്ടെക്സ്റ്റ് കഴിഞ്ഞാൽ ഏതാണ് ലിസ്റ്റ് നമുക്ക് പോപ്പുലേറ്റ് ചെയ്യാനുള്ളത്, ആ അറേ ലിസ്റ്റ് ഇല്ലേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഏതെങ്കിലും ഇപ്പൊ ഓരോ ലിസ്റ്റ് ആയിട്ടും ഡിസ്പ്ലേ ചെയ്യാനുള്ള നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തില്ലേ ഐറ്റം ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, ആ ആക്ടിവിറ്റിയുടെ പേര്. ഇപ്പൊ അതെടുക്കാൻ വേണ്ടി ആർ ഡോട്ട് ലേ ഔട്ട് ഡോട്ട് അത് ഇവിടെ ചെയ്യണ്ടല്ലോ,
അറേ ലിസ്റ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് എന്താണ് ഇതിലെന്താ പറയണത്, ലേ ഔട്ട് ഫോർ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് ഈച്ച് ഐറ്റം ലിസ്റ്റ് ലേ ഔട്ട് എന്ന് പറഞ്ഞ ഈച്ച് ഐറ്റം ലിസ്റ്റ് ലേ ഔട്ട്. അത് കഴിഞ്ഞിട്ട് ഒരു സ്ട്രിങ്, എനിക്ക് തോന്നുന്നത് ഇത് മറ്റേ ഐഡിയ ആയിട്ട് യൂസ് ചെയ്യാനാണെന്ന് തോന്നുന്നത്. സ്ട്രിങ് നെക്സ്റ്റ് വന്നത് ഏതായിരുന്നു, എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള. ഇപ്പൊ നമ്മുടെ ഈ ഒരു ലിസ്റ്റ് ഐറ്റം ഇല്ലേ, അതില് ഏത് ഐ ഡിയിലാണ് ഈ വന്നേക്കണ ഡാറ്റ പ്ലേസ് ചെയ്യേണ്ടത്, ആ ഐ ഡിസ്. അപ്പൊ അത് എഴുതുമ്പോൾ ഇങ്ങനെ ദിസ് ആയിരിക്കും ആദ്യം വന്നത്. ഞാനിത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ കാരണം വായിക്കാൻ എളുപ്പത്തിനാണ്. പിന്നെ വന്നത് ഐറ്റം ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറേ ലിസ്റ്റ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഏതായിരുന്നു, ലിസ്റ്റ് ലേ ഔട്ട്. ഇപ്പൊ ഇവിടെ ലിസ്റ്റ് ഐറ്റംസ് എന്നല്ലേ, അപ്പൊ അത് എടുക്കാൻ വേണ്ടി ആക്സസ് ചെയ്യാൻ വേണ്ടി ആർ ഡോട്ട് ലേ ഔട്ട് ഡോട്ട് ലിസ്റ്റ് ഐറ്റംസ്. ഈ ആർ ഡോട്ട് ലേ ഔട്ട് ഡോട്ട് ഇവിടെയും കണ്ടിട്ടുണ്ടാവും, ഇത് കണ്ട ഓരോ ആക്ടിവിറ്റി എടുക്കുന്നത് അങ്ങനെയാണല്ലോ. പിന്നെ ലിസ്റ്റ് ഐറ്റംസ് കഴിഞ്ഞാല് എന്തായിരുന്നു, സ്ട്രിങ് അല്ലേ. അപ്പൊ ന്യൂ സ്ട്രിങ് അറേ ബ്രാക്കറ്റ്, അത് കഴിഞ്ഞിട്ട് കേർലി ബ്രാക്കറ്റ്, നെയിം കോമ ക്വാണ്ടിറ്റി, നെയിമും ക്വാണ്ടിറ്റിയും. അത് കഴിഞ്ഞിട്ട് എവിടെയാ പ്ലേസ് ചെയ്യേണ്ടത്, അത് ന്യൂ ഇൻറ്റ് ഐ ഡി ആണ് കേട്ടോ സെലക്ട് ചെയ്യണം. അപ്പൊ ഐ ഡി എപ്പോഴും ഇന്റീരിയറിലായിരിക്കും കിട്ടണം. ഐ ഡീസ് അതിന്റെ അറേ കഴിഞ്ഞിട്ട് ആംഗിൾ ബ്രാക്കറ്റ്, ഇത് ജസ്റ്റ് അറേ അപ്പൊ തന്നെ ഇനീഷ്യലൈസ് ചെയ്യണ പോലെ തന്നെ. ന്യൂ അറേ ഈക്വൽ ടു നമ്മളിങ്ങനെ കൊടുക്കൂലേ, സ്ട്രിങ് str അറേ ഈക്വൽ ടു, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ന്യൂ സ്ട്രിങ്ങിൽ. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ ആർ ഡോട്ട് ഐ ഡി ഡോട്ട് നമ്മളിവിടെ കൊടുത്തേക്കണ പേര് ഓരോത്തിനും കൊടുത്തില്ലേ, റീഡ് ഐറ്റം നെയിം കോമ ആർ ഡോട്ട് ഐ ഡി ഡോട്ട് മറ്റേതിൻ്റെ പേര് റീഡ് ഐറ്റം ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പൊ ഈ ഇത്ര ആർഗ്യുമെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് ലിസ്റ്റ് വ്യൂവിൽ അത് സെറ്റ് ചെയ്യണം അല്ലേ. ഇപ്പൊ അറേ അഡാപ്റ്ററിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ലിസ്റ്റ് വ്യൂവിൽ അത് പോപ്പുലേറ്റ് ചെയ്യണമല്ലോ, ഓരോ ലിസ്റ്റ് ആയിട്ട് കാണിക്കണമല്ലോ. അപ്പൊ അതിനു വേണ്ടി ലിസ്റ്റ് ഐറ്റംസ് ഷോ ഇൻ ലിസ്റ്റ് വ്യൂ. ഇവിടെ ഞാൻ ഡാറ്റ ഇല്ലെങ്കിൽ നോ ഡാറ്റ അങ്ങനത്തെ ഒരു ടെക്സ്റ്റ് കൊടുക്കണമായിരുന്നു ശരിക്കും, അത് ഞാൻ കൊടുത്തിട്ടില്ല. അത് കുഴപ്പമില്ല, ജസ്റ്റ് ബ്ലാങ്ക് പേജ് കാണിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ കാണിക്കേണ്ടത് ലിസ്റ്റ് വ്യൂ, ഞങ്ങളുടെ ഇല്ലേ ലിസ്റ്റ് വ്യൂ ഐറ്റംസ്, അതിൻ്റെ അകത്ത് എന്താണ് ഡോട്ട് സെറ്റ് അഡാപ്റ്റർ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതില് നമ്മുടെ അഡാപ്റ്റർ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആപ്പ് റൺ ചെയ്യുമ്പോൾ ഒരു സംഭവം ആഡ് ചെയ്തിട്ട് അത് ലിസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റും. റീഡ് എന്ന് പറഞ്ഞാൽ ഈ പേജിൽ പോയിട്ട് റീഡ് നിൽക്കൂലേ, റീഡ് നിൽക്കുമ്പോൾ പുതിയ പേജ് വന്നിട്ട് ഈ റീഡ് ആക്ടിവിറ്റി ലോഞ്ച് ആയിട്ട് അതിലിങ്ങനെ ഓരോ ലിസ്റ്റ് ഐറ്റം ഞങ്ങൾ ഈ കാണിച്ച ഡിസൈനിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അത് റൺ ചെയ്ത് നോക്കണമെന്നുണ്ട്, പക്ഷെ എൻ്റെ ഡിവൈസ് ഞാൻ നോക്കട്ടെ. അപ്പോൾ ഇതിലിനി വേറെ എന്തോ ചെയ്യാനുണ്ടായിരുന്നല്ലോ. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ കമ്മിറ്റ് ക്രെഡ് കംപ്ലീറ്റഡ്, ക്രെഡ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ റീഡും വെച്ചപ്പോൾ അത് കംപ്ലീറ്റ് ആയി. ഇനി ഇതിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഡിസൈൻസിൽ കുറച്ച് മാറ്റമുണ്ട്, അത് വേണമെങ്കിൽ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും നോക്കിയിട്ട് പറഞ്ഞുതരാം. ഡിസൈനിൽ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി ഒരു ഇതുണ്ട്. ഞാനിപ്പോൾ ഇത് റൺ ചെയ്തിട്ട് നോക്കട്ടെ, റൺ ചെയ്തിട്ട് വർക്ക് ആവുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ കൂടെ ഇട്ടിട്ട് റിവ്യൂ അല്ല പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ഇടാം, ഫുള്ള് വർക്കിംഗ് കാണിച്ചിട്ട്. അപ്പോൾ ഓക്കെ.